ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ ഊട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. കുറേ ഡ്രസ്സുകളൊക്കെ നോക്കിയിട്ടോ, പക്ഷെ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഉദ്ദേശിച്ച മോഡലൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു ഡ്രസ്സ് എടുത്ത് പോന്നു കേട്ടോ. എനിക്കൊരു ബനിയനും പാവാടയും വാങ്ങിച്ചു കേട്ടോ. ഞങ്ങൾ നേരെ മൂലൻസിലോട്ട് പോയി. ഓണായതുകൊണ്ട് സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ മൂലൻസിലാണ് ഞങ്ങൾ സ്ഥിരം പോവാറ്. അങ്ങനെ അവിടെ നിന്നൊരു ട്രോളിയൊക്കെ എടുത്തിട്ട് ഈ ഊട്ടിന് അതിൻ്റെ നടുക്കിരുത്തിട്ടോ. യൂട്ടിനെയും കൊണ്ട് പോയപ്പോൾ തന്നെ അവിടെ അടുത്തുണ്ടായിരുന്ന ലഡ്ഡു, ജിലേബി, അങ്ങനെ സ്വീറ്റ്സ് ഐറ്റംസുകളൊക്കെ നോക്കിയിട്ട് അവൾ ചിരിക്കേണ്ടതുണ്ടോ. നമുക്ക് മനസ്സിലായി നമുക്ക് തിന്നാൻ പറ്റുന്ന സാധനങ്ങളാണെന്ന്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നു കേട്ടോ അതിൽ. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾ അടങ്ങി. അങ്ങനെ ഞാൻ പപ്പടമൊക്കെ കൊടുത്ത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അരി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ സോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സോസ് ഓഫർ ഉണ്ടായതുകൊണ്ട് അതെടുത്തു. ഞാൻ ഈ വീട്ടിൽ ഇരിക്കേണ്ടതായിട്ട് അച്ഛൻ എടുത്തിട്ടോ ഈ വീട്ടിന്. പിന്നെ മാഗി നൂഡിൽസും പിന്നെ കുറച്ച് മിഠായി എടുത്തിട്ടോ. അങ്ങനെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു. അങ്ങനെ ബില്ലടിച്ച് കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ കാറിൻ്റെ അടുത്തേക്ക് പോയി. എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സവാള, ഉള്ളി, വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കാറില്ല കേട്ടോ. മാർക്കറ്റിൽ പോയിട്ടാണ് വാങ്ങിക്കാറ്. ഊട്ടി നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഊട്ടി പുറത്തേക്ക് പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറേ ലൈറ്റുകളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഹാപ്പി ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാമെന്ന് ചോദിച്ചു. മെഴ്സിലീസിലാണ് കേട്ടോ കയറിയത്. മൂലൻസിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അവിടെയാണ് കയറാറ്. അവിടുത്തെ ഐസ്ക്രീം അടിപൊളിയാണ് കേട്ടോ. അമ്മയ്ക്ക് കോക്കനട്ടിൻ്റെ മാത്രം മതി എന്ന് പറഞ്ഞു ടെൻഡർ കോക്കനട്ട് എടുത്തു. ഞാൻ കിവിയുടെ എടുത്തു കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ കിവിയുടെ ട്രൈ ചെയ്യുന്നത്. അത് നല്ലതായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. ഊട്ടിയും കോക്കനട്ടിൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ കഴിച്ചത്. ഞാൻ കുറച്ച് എൻ്റെ ഐസ്ക്രീം കൂടെ കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ചപ്പാത്തി വാങ്ങിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയത്.